നമ്മൾ ഈ തത്വമസി യാത്ര ആരംഭിച്ചത് ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സുഖം, ശാന്തി, സന്തോഷം, സമാധാനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സുഖശാന്തി സമൃദ്ധി ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ഇതാണ് തേടുന്നത്. മക്കളെ, നിങ്ങൾ എന്ത് തേടണോ അത് നിങ്ങളിലുണ്ട്, അത് നിങ്ങൾ തന്നെയാണ്. തത്വം അസി, അത് നീ തന്നെയാകുന്നു എന്ന പൊരുളിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചത്. ദിവസമായി നമ്മുടെ ഈ യാത്ര. ഈ യാത്രയിൽ നമുക്ക് സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും, അത് തത്വമസിയാണെന്ന് പറയാൻ കാരണം എന്താണ്? ആ തത്വമസിയുടെ പൊരുള് തേടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ. ആ പൊരുള് നമ്മൾ കണ്ടുപിടിക്കുകയായിരുന്നു. ഭഗവാൻ നമുക്ക് നൽകി. ആ പൊരുള് ഒന്ന് ആത്മാവിലാണ്, സോൾ പവർ. നിങ്ങൾ തേടുന്നത് നിങ്ങളതിൻ്റെ സ്വരൂപമാണ്, സ്വരൂപമായിരുന്നു. അതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ആത്മാവ് ദാഹിച്ച് വാതിലുകൾ തോറും അലയുന്നത്, എല്ലാവരുടെ അടുത്തും തേടുന്നത്. കാരണം നമ്മൾ എന്തായിരുന്നു അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അത് വീണ്ടും അല്ലേ, അതിലേക്ക് തിരിച്ചു വരാനുള്ള നമ്മുടെ വെമ്പലാണ് നമ്മളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളത് തേടിക്കൊണ്ടിരുന്നത് അല്ലേ റൈറ്റായിട്ടുള്ള സ്ഥലത്തായിരുന്നില്ല എന്ന് മാത്രമേ എപ്പോഴും. ഒരിക്കലൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ചാവി കളഞ്ഞുപോയി. ആ കുട്ടി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് ചാവി തിരയാണ്. വീടിൻ്റെ വഴിയിലൂടെ നടന്നു പോയവരെല്ലാവരും ആ വഴിക്ക് കുട്ടിയോടൊപ്പം ചാവി തിരഞ്ഞു. എല്ലായിടും നോക്കുക സ്ട്രീറ്റിലെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പരിപക്വതയുള്ള വ്യക്തി വന്നിട്ട് ചോദിച്ചു, നിങ്ങളെല്ലാവരും എന്താ ചെയ്യണേ? പറഞ്ഞു, ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് വീടിൻ്റെ ചാവി കളഞ്ഞുപോയി. അദ്ദേഹം ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, നിന്റെ കയ്യിൽ നിന്ന് ചാവി ഇവിടെ തന്നെയാണ് കളഞ്ഞതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല. പിന്നെന്താ ഇവിടെ തിരയാൻ കാരണം? അല്ല, ഇവിടെ വെളിച്ചം ഉണ്ടായിരുന്നുള്ളൂ, ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ തിരഞ്ഞതാണ്. ആ അവസ്ഥയിലാണ് നമ്മളും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ വെളിച്ചം കാണുന്നു അവിടെയൊക്കെ നമ്മൾ താക്കോല് തിരയുക. പക്ഷെ പോയത് എവിടെയാണെന്ന് നമുക്ക് അറിയൂല്ല. അതുകൊണ്ട് നമ്മൾ അല്ലേ സുഖം തേടാൻ ശരീരത്തിന് ആഹാരം കഴിച്ച് സുഖിക്കാൻ നോക്കി. കഴിച്ചും കഴിപ്പിച്ചും ഡെക്കറേറ്റ് ചെയ്തും അല്ലെ, വീട്, ജോലി, മക്കള്, കല്യാണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പേരമക്കള്, പിന്നെ അവരുടെ കല്യാണം, അവരുടെ കുട്ടികൾ, ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി, അതും കൂടെ കണ്ടാൽ എനിക്ക് സന്തോഷമായി, അവർക്കൂടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായി, അവർക്കൂടെ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ സന്തോഷമായി. എല്ലാമായിട്ടും ഇതെല്ലാം എല്ലാം നമ്മൾ വിചാരിച്ച് നെയ്തുന്നൊക്കെ സുഖം, ശാന്തി, സന്തോഷം അല്ലേ. ബാങ്കിൽ നല്ല ഡെപ്പോസിറ്റ് ഉള്ളവർ, കാലങ്ങൾ ജീവിക്കാൻ, തലമുറകൾക്ക് ജീവിക്കാനുള്ള കോടികളുടെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കി ആ ബലത്തിലിരിക്കുന്നവരും ഉണ്ട്. പക്ഷെ എന്നിട്ടും അല്ല, ദാരിദ്ര്യം ഏതിനാണ്? എപ്പോഴും ദാരിദ്ര്യം. ഇതുകൊണ്ടൊക്കെ സമാധാനം ഉണ്ടായിരുന്നുവെങ്കിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ, വികസിത രാഷ്ട്രങ്ങളെന്ന് അവകാശപ്പെടുന്ന അവിടെ അവരായിരിക്കണം ഏറ്റവും സന്തോഷത്തിൽ സമാധാനത്തിലിരിക്കേണ്ടത്. പക്ഷെ റിയൽ പിക്ചർ അതല്ലല്ലോ നമ്മൾ കാണുന്നത് അല്ലേ. സമ്പത്തും പദവിയും പത്രാസം കൂടുന്തോറും അശാന്തിയും ടെൻഷനും ദുരിതമൊന്നും അവർക്കും കുറവായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് കുട്ടികൾക്ക് ഈ നീണ്ട യാത്രയിൽ നമ്മൾ ഈശ്വരൻ നമുക്ക് കണ്ണ് തുറപ്പിച്ച് നൽകുന്നത് 3 തിലകം ചാർത്തിയിട്ടാണ്. 3 ബിന്ദുക്കളുടെ 3 പൊട്ടിൻ്റെ
3 തിലകത്തിൻ്റെ ബലം നമുക്ക് നൽകുകയാണ്. സദാ സുഖശാന്തി സമൃദ്ധിയോടെ നിങ്ങൾക്കിരിക്കണമെങ്കിൽ ഈ 3 പൊട്ടിട്ടിട്ടിരുന്നോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭക്തിയിലും 3 പൊട്ടിടുന്നത്. ഏതാ 3 പൊട്ട്? നമ്മൾ നെറ്റിയിലിടുമ്പോൾ അല്ലേ, ചന്ദനവും ഭസ്മവും കുങ്കുമവും, അല്ലെങ്കിൽ അവർ ചിലർക്ക് കരിയും ചന്ദനവും അല്ലേ ഭസ്മായിരിക്കും, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ ചാർത്താറുണ്ട് വിശ്വാസങ്ങൾക്കനുസരിച്ച്. അതെന്തിൻ്റെ ഓർമ്മയ്ക്കാണെന്നറിയും? ഈ 3 പൊട്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരമാത്മാ പറയണത്, മക്കളെ, ആദ്യം നമുക്ക് ജീവിതത്തിൽ ശാന്തി അനുഭവിക്കണമെങ്കിൽ ഈശ്വരൻ പറയണത് ഏറ്റവും വലിയ പവർ ആയുധം ഏതാണ്? ഫസ്റ്റ് നമുക്ക് കിട്ടിയ പൊട്ട് ഏതാണ്? ഏത് പൊട്ടാണ് ഫസ്റ്റ് ഇട്ടതെന്ന് ഭഗവാൻ? നിങ്ങളൊരാത്മാവാണ്. സോൾ പവർ. സോളിലാണ് പവർ, ആത്മാവിലാണ് ബലം, ആത്മാവിലാണ് ശക്തി കിടക്കണ മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടുന്ന ശക്തി ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നത് ആത്മാവാണ്. അതിൻ്റെ ഉറവിടം ആത്മാവെന്ന് പറഞ്ഞാലേ ശക്തിയാണ്. ആത്മാവിലെ അഷ്ടശക്തികളെക്കുറിച്ച് പരമാത്മ നമുക്ക് അറിവ് തന്നു. ഞാൻ ആത്മാവാണെന്ന അറിവ് തന്നെ ഏറ്റവും വലിയ ബലാണ് അല്ലേ? ആണോ അല്ലയോ? നിങ്ങളെന്ത് പറയണു? നമ്മൾ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് കേട്ടപ്പോൾ തന്നെ ജ്ഞാനം തന്നെ നമുക്ക് എത്ര ബലം തന്നു? തന്നുമില്ലയോ? തന്നുമില്ലയോ? അപ്പൊ ജ്ഞാനബലം. പിന്നെ ആ ജ്ഞാനം കൊണ്ട് നമ്മൾ യോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ദേഹമല്ല ദേഹിയാണ്, ആത്മാവാണെന്ന അനുഭവം ദേഹത്തുനിന്ന് വേറിടാനുള്ള അഭ്യാസം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ആത്മാവിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ യോഗബലം കിട്ടാൻ തുടങ്ങി. ആദ്യം അറിവിൻ്റെ ബലം, പിന്നെ ആത്മാവാണെന്ന അനുഭൂതി നമുക്ക് നൽകുന്ന ബലം. ഞാൻ വേറെ, ദേഹം വേറെ. പിന്നെ ആത്മാവിലുള്ള 7 ഗുണങ്ങളുടെ ബലം, അത് നമുക്ക് നൽകാൻ തുടങ്ങി. ശാന്തിയുടെ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി അല്ലേ, പവിത്രതയുടെ ശക്തി, അതീന്ദ്രിയമായ സുഖത്തിൻ്റെ ശക്തി, 7 ഗുണങ്ങളും നമുക്ക് ബലം തരാൻ തുടങ്ങി. അഷ്ടശക്തികൾ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. മക്കളെ, സഹിക്കാനും ക്ഷമിക്കാനും അല്ലേ, എല്ലാത്തിനുമുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളതാണ്. അല്ല, പുറത്തുനിന്നൊന്നും കൊണ്ടുവന്ന് നിങ്ങൾ സഹിക്കുകയല്ല. ആത്മാവെന്ന് പറഞ്ഞാലേ ബലാണ്. ആറ്റത്തേക്കാൾ അത്ഭുതമായ ശക്തിയാണ്, വണ്ടർഫുൾ പവർ ആത്മബലം അല്ലേ. ഇത് നമുക്ക് എവിടെ ഉപയോഗപ്പെടുന്നു? നമുക്ക് നിത്യേന ജീവിതയാത്രയിൽ നോക്കിയാൽ അനേക കാര്യങ്ങൾ രാവിലെ മുതൽ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് ആത്മബല, ഈ പൊട്ട്, ഈ ശക്തി, സോൾ പവർ കൊണ്ട് പരിഹരിക്കാൻ പറ്റും ഇല്ലേ? പരിഹരിച്ചു തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് അനുഭവമല്ലേ? ഞാൻ ആത്മാവാണെന്നുള്ള ഒരു അറിവ് കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളിൽ സമാധാനം, സുഖശാന്തി, സന്തോഷം, സമാധാനം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആത്മാവാണെന്ന് അറിഞ്ഞപ്പോൾ എന്തൊക്കെ ബലം കിട്ടാൻ തുടങ്ങി? പറയൂ. എന്തെല്ലാം കാര്യങ്ങളിൽ സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ഈ ഒരൊറ്റ പൊട്ട്, ആദ്യത്തെ പൊട്ടുമുണ്ട്, ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റി. ആര് പറയും? ഓരോരുത്തർ ഓരോന്ന് പറയും. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഒരാളായിട്ട് പറയും. ദേഷ്യം പറഞ്ഞു. വെരി ഗുഡ്. അടുത്ത ആള് ഓരോരുത്തർ പറയും. ഞാര് പറയും? ഓം ശാന്തി. പറയൂ, അഞ്ജുബേൻ പറയൂ. എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നു. ഭയം പോയി അല്ലേ? എല്ലാം നേരിടാനുള്ള ശക്തി കിട്ടി, അഭിമുഖീകരിക്കും. ശക്തി. വേറെ ഇനി ആരാ പറയണേ? മരണഭയം പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്. പിന്നെ അവരവർക്ക് എന്ത് കിട്ടി പറഞ്ഞോളൂ. എനിക്ക് ഇത്ര ദിവസം കൊണ്ട് ഈ യാത്രയിൽ ആത്മാവിൻ്റെ അറിവ് കൊണ്ട് എനിക്ക് കിട്ടിയത് എന്താണ്?
ദേഹബോധം ഇല്ലാണ്ടായി. ദേഹബോധം കുറഞ്ഞു. പിന്നെ നിശ്ചിന്തമായിട്ടിരിക്കാൻ പറ്റണം. പിന്നെ പറയൂ സജീബായി. സജീബായി എന്താ പറയാമെന്ന് പറഞ്ഞോളൂ. ഈ ശരീരബോധം ആത്മബോധം എല്ലാം തിരിച്ചറിയാൻ പറ്റി. ആ പിന്നെ ആത്മബോധം നമ്മുടെ ആത്മീയത എന്താണെന്നുള്ളതും എല്ലാ ഇതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അതുപോലെ ഒരു ഈ ബോധം ശരിയായിട്ടുള്ള ഒരാളുടെ ബോധം എന്താണെന്നുള്ളത് ഏത് രീതിയിലാണെന്നുള്ള ശരീരബോധത്തിലാണോ ആത്മബോധത്തിലാണോ എന്നുള്ളതെല്ലാം ഈ ക്ലാസ്സിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതായത് നമ്മൾ ഓരോരുത്തർക്കും അത് തിരിച്ചറിവാകുമ്പോഴത്തേനും അവരവരുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ, അതായത് നമ്മൾ ബോധവാനായി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ബോധവാനായി ശരിയായ ബോധത്തിലേക്ക് നമ്മൾ വന്നു. ശരിയായ ബോധത്തിലേക്ക് വന്നു. ഇതുവരെയുള്ള ബോധം എന്താണെന്ന് പോലും അറിയത്തില്ലാതുള്ള ജീവിതമായിരുന്നു. അതെ, ഇപ്പോഴാണ് അത് തിരിച്ചറിവായത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ ആത്മാവിന്റെ ജ്ഞാനം, ആത്മാവിലെ 7 ഗുണങ്ങളും അഷ്ടശക്തികളുടെയും ബലം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൂഡുകളൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യം അല്ലേ, പെട്ടെന്ന് മൂഡ് ഓഫ്, പെട്ടെന്ന് നിരാശ, പെട്ടെന്ന് ദുഃഖം, പെട്ടെന്ന് സങ്കടം, സ്പോണ്ടേനിയസ് ആക്ഷൻ ആയിരുന്നല്ലോ നമുക്ക്. പെട്ടെന്ന് ആവേശം അല്ലേ, പെട്ടെന്ന് പരിഭ്രാന്തി. അപ്പം നമ്മുടെ മൂഡുകൾ സെക്കൻഡ് ബൈ സെക്കൻഡ് ഈ മൂഡ് ചേഞ്ച് ആയിട്ടുണ്ടാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അല്ലേ. ദിവസവും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലാണല്ലോ അങ്ങോട്ട് ഇടിക്കുക. നമ്മുടെ മൂഡ് മാറുമ്പോൾ എന്താവും? നമ്മുടെ മൂഡിൻ്റെ പ്രശ്നം നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും ഇടപഴകുന്നതിലും എല്ലാറ്റിനെയും ബാധിക്കുകയല്ലേ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും, അതിൻ്റെ ഇടയിൽ അയൽക്കാരെന്തെങ്കിലും വന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു ഫോണ് വന്നാൽ നമ്മുടെ അസ്വസ്ഥത ആ ഫോണിൽ നമ്മൾ കാണിക്കും. അവർക്കിതൊന്നും അറിയണ്ടാവില്ല, എവിടുന്നെങ്കിലും വിളിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ അസ്വസ്ഥത നമ്മൾ എന്ത് ചെയ്യും? ആ ഫോണിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പോലും അവരുടെ ചോദ്യത്തിന് നമ്മൾ ആ രീതിയിൽ മറുപടി പറയും. അപ്പോൾ പറയില്ലേ, ഇപ്പം ആളുടെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഞാൻ വെച്ചു അല്ലേ. അപ്പം എന്തെല്ലാം വിഷയങ്ങൾ നിത്യേന ഉണ്ടാകുന്ന അനവധി കാര്യങ്ങൾ നമ്മുടെ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ചും ആരുമായിട്ടാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകണ, വീട്ടിലും അല്ലേ ജോലി സ്ഥലത്തുമൊക്കെ നിത്യേന ഇടപഴകുന്നവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ വളരെയധികം ഉരസലുകളും നമ്മളെ കേടുവരുത്തുക. ഒരു വാക്ക് പറഞ്ഞ് കേടുവരുത്തുക, പിന്നെ 10 വാക്ക് 20 വാക്ക് പറഞ്ഞാലും ശരിയാക്കാൻ പറ്റില്ല. പിന്നെ ദിവസങ്ങളോളം മാസങ്ങളോളം സോറി പറഞ്ഞ് പിന്നെ അവരുടെ പിന്നാലെ നടന്ന് പ്രശ്നം പരിഹരിക്കുക. എത്ര ദിവസം, എത്ര മാസം? കാരണം നമ്മുടെ പെട്ടെന്നുള്ള മറുപടി, ആവേശത്തിനുള്ള മറുപടി ഒരു വാക്കായിരിക്കും പറഞ്ഞ്, അതിൻ്റെ പണക്കം എത്ര ദിവസങ്ങളാ, മാസങ്ങളാ, വർഷങ്ങളാ അല്ലേ. എന്തൊക്കെ പ്രശ്നമായിരുന്നു നമുക്ക്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാ ഇപ്പം പരിഹരിച്ചത്? എങ്ങനെയാ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആത്മാവിൻ്റെ പവർ ഉപയോഗിച്ച് ക്ഷമിക്കാൻ അല്ലേ. നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് മനസ്സിലാകാതെ അവരുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ടാണ്, പോട്ടെ പാവം പറഞ്ഞോട്ടെ, എന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ, ബാബയുടെ ഒരു കുട്ടിയല്ലേ, എന്തെങ്കിലും വിഷമം അവർക്കുണ്ടാവും. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്നേഹവും അനുകമ്പയും അല്ലേ, സിമ്പതിയും എമ്പതിയൊക്കെ എല്ലാവരോടും തോന്നാൻ തുടങ്ങി. സോൾ പവർ കൊണ്ട് നമുക്ക് എന്തെല്ലാം നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് തന്നെ നോക്കൂ, ഇപ്പോൾ മറ്റൊരു കുഞ്ഞസുഖം വരുമ്പോഴേക്കും നമ്മൾ ഹാ ഹൂ പറഞ്ഞ് വീട്ടിൽ എന്തൊക്കെ ബഹളം ഉണ്ടാക്കും, എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തും. ഇപ്പോൾ അല്ലേ എത്ര വലിയ മല പോലെയുള്ള കാര്യം വന്നാലും നമുക്ക് സ്വയം അഭിമുഖീകരിക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ശാന്തമായിട്ട് അല്ലേ കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം ആത്മബലത്തിൻ്റെ റിസൾട്ടാണ്. അടുത്തത് ഏതാണ്? അടുത്ത ഭാരശക്തി നമുക്ക് ഇതിൽ നിന്നാണ് കിട്ടിയത്. രണ്ടാമത്തെ പവർ നമുക്ക് ഇതിൽ നിന്നാണ് കിട്ടിയത് സുപ്രീം പവർ ഹൗസിൽ നിന്ന്. പരമാത്മാ ആരാണെന്ന് അറിഞ്ഞപ്പോൾ, ഈശ്വരൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ശക്തി, ആത്മാവായ എൻ്റെ സർവബന്ധു, അച്ഛൻ, അമ്മ, ഗുരു, ടീച്ചർ അല്ലേ, ഭഗവാൻ, ഈശ്വരൻ, പവർ ഹൗസ്, എനിക്കെടുക്കാനുള്ള ആള്, എനിക്ക് തരാനുള്ള ആള്. അതുവരെ നമ്മളിവിടെ യാചിക്കുകയായിരുന്നു. ചാർജ് ചെയ്യാൻ വേണ്ടി ഓരോ ബാറ്ററിയുടെ അടുത്തും പോയി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചാർജ് കിട്ടാൻ.
പക്ഷേ പവർ ഹൗസിനെ അറിഞ്ഞപ്പോൾ പവർ ഹൗസിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് വെക്കാൻ പഠിച്ചു. നമ്മൾ ബാറ്ററി ബാങ്ക് പോലെ ചാർജ് കൊണ്ടു നടന്ന് സൂക്ഷിക്കാൻ പഠിച്ചു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലേ ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുന്നു. പവർ ബാങ്ക് കൊണ്ട് ഫുൾ ഡേ എവിടെ പോയാലും നമുക്ക് പ്രശ്നം വരുമ്പോൾ ഓടിപ്പോയി ചാർജ് ചെയ്യാൻ പറ്റില്ല, ഓടിപ്പോയി മെഡിറ്റേഷൻ വരില്ല. പകരം എന്താ, നമുക്ക് ബാബ അതൊരു ദിനചര്യയാക്കി തന്നു. ശരി, അതിരാവിലെ എഴുന്നേറ്റിരുന്ന് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യൂ. പവർ ബാങ്ക് കയ്യിൽ കൊണ്ട് നടന്നോളൂ. ഇടയിലിടയിൽ അല്ലേ ഓരോ 1 മണിക്കൂറും 1 മിനിറ്റ് ട്രാഫിക് കൺട്രോൾ ടൈമുകൾ പറഞ്ഞു തന്നു അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്ത് വെച്ചോളൂ. സന്ധ്യാസമയത്ത് വീണ്ടും ഒന്ന് ചാർജ് ചെയ്തോളൂ. വൈകുന്നേരം വരെ ഉപയോഗിച്ച് പവർ ബാങ്ക് അല്ലെ കലിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ പവർ ബാങ്ക് സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നതുകൊണ്ട് സോളിൽ ഈ പവർ എവിടുന്നാണ് കിട്ടണേ? സുപ്രീം പവർ ഹൗസിൽ നിന്ന്. അപ്പം ബാബയെ നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചു. പണ്ട് നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഭഗവാൻ ഇരുന്നെല്ലാം അങ്ങ് പരിഹരിച്ചോളും, ഒരു വഴിപാട് കൗണ്ടറിൽ കൊടുത്താൽ മതി അല്ലേ എന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നു. ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി അല്ലേ? അങ്ങനെ പൈസ കൊടുത്തിട്ട് കാര്യം നടത്തുന്ന ആളല്ല, അതെൻ്റെ അച്ഛനമ്മയാണ്, അത് പവർ ഹൗസാണ്. ഞാൻ കണക്ട് ചെയ്യണം, കറണ്ട് എടുക്കണം, അച്ഛനെ ഞങ്ങൾക്ക് യൂസ് ചെയ്യണം, അച്ഛനെ പോലെ എനിക്ക് ഉപയോഗിക്കാം. ഭഗവാനേ പറഞ്ഞിട്ട് പേടിക്കുകയും വേണ്ട അല്ലേ, ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ കൈക്കൂലി കൊടുത്ത് കാര്യം നടത്താൻ എടുക്കേണ്ട ആളുമല്ല അല്ലേ. എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരനും ഈശ്വരനല്ല, പരിഹാരിക്കാൻ വേണ്ടി അങ്ങ് ഈശ്വരന് വിട്ടുകൊടുക്കലും അല്ല. ഈശ്വരൻ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു തരുന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കും, എന്നെ യൂസ് ചെയ്യൂ, യൂസ് മീ. ഞാൻ ഒറ്റയ്ക്കല്ല, സർവശക്തിവാൻ എൻ്റെ കൂടെ ഉണ്ട്. ബാബ നൽകുന്ന ശക്തി, ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ആത്മാവിൽ നിറയണ ശക്തി, ആ ശക്തികളുടെ രൂപത്തിൽ സർവശക്തിവാൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് അല്ലെ എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോയിരിക്കാൻ ഒരു സ്ഥലം. അച്ഛൻ വീട്, ബാബ വീട്, പരംധാമത്തിൽ പോയി ഇരിക്കുക, മനസ്സ് സൈലൻ്റ് ആക്കാൻ, അച്ഛൻ്റെ അടുത്തുനിന്ന് ചാർജ് എടുക്കുക. ബാബാന്ന് വിളിക്കുമ്പോൾ പല കാര്യങ്ങളും സമർപ്പിക്കാൻ കഴിയുക, വിടാൻ പറ്റുക. ഇതുവരെ നമ്മൾ എന്താ വിചാരിച്ച് അല്ലെ, എൻ്റെ ഉത്തരവാദിത്വം, അയ്യോ എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതെല്ലാം ഞാൻ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. ബാബ എന്ത് പഠിപ്പിച്ചു? ഞാനുണ്ട് മക്കളെ, ഞാനിരിക്കുന്നില്ലേ, നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? എന്നെ വിളിക്കൂ, എന്നെ യൂസ് ചെയ്യൂ, ഞാൻ ഓൾവേസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ മതി, നിങ്ങൾ എന്നോട് അല്ലെ പറഞ്ഞാൽ മതി, നിങ്ങൾ ഫ്രീ ആയിക്കോളും. എന്നെ ഏൽപ്പിക്കൂ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ കർമ്മം മാത്രം ചെയ്യൂ. ഞാൻ എന്ന ഭാവത്തെ എനിക്ക് സ്വാഹാച്ചു. ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുകയാണ്, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണെന്ന നിമിത്ത ഭാവത്തിൽ ജീവിക്കാൻ ബാബ നമ്മളെ പഠിപ്പിച്ചു. അപ്പം എന്തായി? പരമാത്മശക്തിയെ ഉപയോഗിക്കാനും ഭഗവാനെ ജീവിതത്തിൻ്റെ ബോസാക്കി കുടുംബനാഥനാക്കി ബാബയെ വെക്കാൻ പറഞ്ഞു. ഇതുവരെ എൻ്റെ വീട് അല്ലേ, ഞാൻ അവിടെ എല്ലാം എന്തായി? ഞാൻ എന്നുള്ള സ്ഥാനത്തെല്ലാം ബാബ ബാബ ബാബ. അപ്പം നമുക്ക് അനേക ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ പറ്റണില്ലേ? ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ പ്രാക്ടിക്കൽ അനുഭവം എന്താണ്? സർവശക്തിവാന് മുന്നിൽ ഭാരങ്ങൾ ഇറക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം എന്തായി? നമ്മുടെ ജീവിതത്തിൽ അനേക സമസ്യകൾക്കുള്ള പരിഹാരം ഈസി ആയിട്ട് നടന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും ഭാരം എടുക്കും, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നമ്മൾ ഭാരം കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ഭാരങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അവരുടെ മനസ്സിനെയും ഭാരിച്ചതാക്കും. ഇപ്പം നോക്കൂ, നമ്മൾ ദിവസവും പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു മാതാജി പറഞ്ഞു, സിസ്റ്ററെ ഹസ്ബൻഡ് വിദേശത്താണ്, അപ്പോൾ പുതിയ മാതാജിയാണ്, ഇപ്പോൾ കോഴ്സ് കേട്ട് ക്ലാസ് ജസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസവും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഞാൻ ശല്യപ്പെടുത്തി, ഇത്രയും ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും, ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിക്ക്, ഇത്ര ദൂരത്താണെന്ന് പോലും ചിന്തിക്കില്ല. ഇപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ നിനക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ നീ എന്നെ എത്രയാ ഉപദ്രവിക്കണേ, എന്തൊക്കെയാ പറയുക, നീ എൻ്റെ തലയിൽ എന്തൊക്കെ ഭാരം, ഇപ്പം നിൻ്റെ പ്രശ്നമല്ല എവിടെ പോയി എന്ന് ചോദിക്കുക എന്നോട്.
നിനക്കെന്താ പ്രശ്നം ഇല്ലാഞ്ഞിട്ടാണോ? നീ എന്താ എന്നോടൊന്നും പറയാത്ത? നീ ആരോടാ പറയണല്ല ഇപ്പോൾ? അപ്പം മാജിനോട് ഞാൻ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞില്ല ആ സമയം, ഞാൻ ആരോടാ പറയണല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ് കേൾക്കണ കാര്യവും ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങിയതും ഡെയിലി ബാബയ്ക്ക് ഞാൻ ലെറ്റർ എഴുതുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ബ്രദർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചേഞ്ചായി സിസ്റ്ററെ. അത്ര മോശമായിരുന്നു എൻ്റെ പെരുമാറ്റം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത്ര ഞാൻ ആളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം സർവശക്തിവാന്റെ ശക്തികളെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കാര്യങ്ങൾ എപ്പോഴും അവൈലബിളുമാണ്. മറ്റേ നോക്കൂ, നമ്മളൊരാളെ വിചാരിച്ചു, നമ്മൾ ആരോട് ഹൃദയം തുറക്കണം എന്ന് വിചാരിച്ചു, ആ ബന്ധം ആരോ ആകട്ടെ, പക്ഷെ അവർ ആ സമയത്ത് അവൈലബിൾ അല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് എത്ര ദേഷ്യമാണ്, സങ്കടമാണ്. അതിൻ്റെ പേരിൽ തന്നെ എത്ര തെറ്റും നമ്മൾ ഉണ്ടല്ലേ. ഞാൻ വിളിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ സമയമില്ലേ? എന്തൊക്കെയാ നമ്മൾ എന്തിനൊക്കെയാ കുറ്റപ്പെടുത്തുക അല്ലേ? ഉണ്ട് പരമാത്മാ രണ്ടാമത്തെ ബിന്ദു രൂപത്തിലെ ബാബയും ബിന്ദു രൂപമാണ് അല്ലേ? പക്ഷെ തരുന്ന ശക്തി അപരമപാരം. എങ്ങനെയൊക്കെ ശക്തി തരുന്നു? നിത്യസത്സംഗത്തിലൂടെ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പരമാത്മശക്തിയുടെ പ്രവാഹം, മുരളി. ഒന്നും മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഭഗവാന്റെ ജ്ഞാന മുരളി. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, പരമാത്മ ദിവസവും നമുക്ക് ജ്ഞാനം. ഇപ്പം എന്തെല്ലാം നമ്മൾ ഈ 23 ദിവസം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ സിസ്റ്റർ എവിടുന്നോ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അല്ല, ഡെയിലി നമ്മൾ ഭഗവാന്റെ അടുത്ത് നിന്ന് പഠിക്കുകയാണ്. ഈശ്വരൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഭഗവാൻ പറയുന്ന ജ്ഞാനമുരളി രാവിലെ പഠിക്കുക. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. സിസ്റ്ററും നിങ്ങളെപ്പോലൊരു ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ഒരു ഗുരുവാണ്. അങ്ങനെയല്ല. നമ്മുടെ എല്ലാവരുടെയും പരമഗുരു സദ്ഗുരു പരമേശ്വരനാണ്. പരമേശ്വര പ്രസാദമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ നിത്യേന പഠിപ്പിക്കുന്ന ജ്ഞാനമാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ എല്ലാ സഹോദരി സഹോദരന്മാരും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ജ്ഞാനത്തിൻ്റെ സോഴ്സ് ഈശ്വരനാണ്. ആ ജ്ഞാനമാണ് നമുക്ക് ഇത്രയും ബലം തരണം. ബാബയുടെ മുരളിയിലൂടെയാണ് ബാബ ഇത്രയും ശക്തി നമുക്ക് നൽകണം. ഭഗവാനെ നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നത് നിത്യസത്സംഗത്തിലാണ്. ഇനി ഇത് നമ്മൾ 30-ാം തീയതി വരെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രഭാത സത്സംഗം കേൾക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവാന്റെ ഒരു വാക്കിൽ പോലും, ഒരു വരിയിൽ പോലും, ഈശ്വരൻ്റെ ഒരു മഹാവാക്യത്തിന് പോലും നമുക്കുള്ളിൽ എത്ര കരുത്ത് തരാൻ പറ്റുമെന്ന്. അടുത്ത പവർ ഏതാണ്? മൂന്നാമത്തെ തിലകം, ബിന്ദു, പൊട്ട്. അതാണ് ഡ്രാമ, ജീവിത നാടകത്തെക്കുറിച്ചുള്ള അറിവ്. നമ്മളൊരു ഭാഗത്ത് കാലചക്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? നമ്മുടെ യാത്ര, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി യാത്ര ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാലചക്രത്തിലൂടെയുള്ള നമ്മുടെ യാത്രയെക്കുറിച്ച്, ചതുർയുഗങ്ങളിലൂടെയുള്ള യാത്രയെക്കുറിച്ച്. പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് ജീവിതം ഒരു നാടകമാണ്. ആ ജീവിത നാടകത്തെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സ്വസ്തികയുടെ രൂപത്തിലാണ്. സ്വസ്തിക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആ ചാക്രികമായ അവസ്ഥയെ കാണിച്ചു തരികയാണ് നമുക്ക്. തനിയാവർത്തനം. അതുകൊണ്ട് ഈ ജീവിത നാടകത്തെക്കുറിച്ച് ഭഗവാൻ അനാവരണം ചെയ്ത ഏറ്റവും വലിയ രഹസ്യത, മക്കളെ, ഈ നാടകം തനിയാവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിലെ ഒരു സീനറിയെക്കുറിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ഒയ്യോ, നാളെ എന്താകും, എനിക്ക് എന്താകും, എൻ്റെ കുടുംബത്തിന് എന്താകും. ഭഗവാൻ എന്താ പറഞ്ഞേ? മുഴുവൻ ജ്ഞാനവും പറഞ്ഞു തന്നു. ചതുർയുഗങ്ങളെക്കുറിച്ചും കൽപ്പാന്ത്യകാലം സംഗമയുഗവും. എന്നിട്ട് എന്താ പറഞ്ഞേ? നാടകം 4 യുഗങ്ങളിലൂടെ കടന്ന് സംഗമയുഗത്തിൽ പൂർത്തിയായി. പിന്നെ നിങ്ങൾ വീട്ടിൽ പോകും. വീട്ടിൽ പോയതിന് ശേഷം വീണ്ടും ഈ നാടകം നടക്കും. എങ്ങനെ നടക്കും? അതേപോലെ നടക്കും. ഇതുപോലെ വീണ്ടും സത്യുഗം, ത്രേതായുഗം, ദ്വാപരം, കലി, സംഗം.
എങ്ങനെ നടന്നു അത് അതേപോലെയാണ് ആവർത്തിക്കുന്നത്. ഈ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, തനിയാവർത്തനം. പക്ഷെ എൻ്റെ മീനിങ് എന്താണെന്ന് നമുക്കറിയുമായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ ആത്മാവിൻ്റെ പാർട്ടും, ഒന്നും പുതിയതല്ല മക്കളെ, നത്തിങ് ന്യൂ. അതുകൊണ്ട് നാളുകളെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട. മുഴുവൻ വിശ്വനാടകത്തിന്റെ രഹസ്യമേ ഭഗവാൻ പറഞ്ഞു തന്നു. അതേ പാർട്ടാണ് ആവർത്തിക്കണം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ, സാക്ഷിയായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഓരോന്നും രാവിലെ മുതൽ എഴുന്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓർമ്മിച്ചിട്ടാണ്. അകത്തുനിന്നാണ് ഓർമ്മ വരണത്. അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, അല്ലേ? അകത്തുള്ള റെക്കോർഡിങ് നമ്മളെ ഓർമ്മിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ്. റെക്കോർഡിങ് എവിടെ ഉണ്ട്? എവിടുന്ന് വന്നു? ഇതിൽ ഓൾറെഡി ഉണ്ട് ആത്മാവിൽ. കാരണം ഈ 4 യുഗങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര 5000 വർഷം പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ തനിയാവർത്തനം നടക്കുകയാണ്. അത് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്. അതുകൊണ്ടാണ് ചിലർ പറയില്ലേ, ലക്ഷക്കണക്കിന് വർഷമുണ്ട് കൽപ്പം. ചിലർ പറയല്ല, കോടിക്കണക്കിന് വർഷമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഓരോ 5000 വർഷം, അങ്ങനെ എത്ര 5000 വർഷം കഴിഞ്ഞു ചോദിച്ചാൽ അനാദിയാണ്. അത് ലക്ഷങ്ങളാണോ കോടിയാണോ ഒറ്റ വാക്കേ പറയാൻ പറ്റൂ. ഭഗവാൻ പറയുന്നത് അനാദി. കാരണം ചക്രീയല്ലേ, വീണ്ടും വീണ്ടും. ഗീതയിലതിലുണ്ട്, വീണ്ടും വീണ്ടും, ഭൂത്വ ഭൂത്വ. ഇത് ആവർത്തനമാണ്, തനിയാവർത്തനമാണ്. അതിലാണ് നമ്മൾ നമ്മുടെ ഭാഗം അഭിനയിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയണേ? പരിഭ്രമിക്കേണ്ട മക്കളെ. ഈ ഡ്രാമയിലെ ഓരോ സീനിലും ഒരു മംഗളമുണ്ട്. ഓരോ സീനിലും ഒരു മംഗളമുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സീനുകൾ, ഒന്നുകിൽ കഴിഞ്ഞു പോയത്, അല്ലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും സീനിൽ നമ്മൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു അമംഗളമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്ന്, അല്ലെങ്കിൽ അസുഖം വന്നത്, അല്ലെ ആ പ്രശ്നമുണ്ട്, അതെങ്ങനെയാ മംഗളമാകും എന്നൊരു പക്ഷെ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടാവാം. പക്ഷേ ടോട്ടൽ നാടകം, നമ്മുടെ ജീവിത നാടകം നോക്കിയാൽ അതിൻ്റെ പിന്നിലെ മംഗളവും നമുക്കറിയാം. നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി. നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ചില ഭാഗങ്ങൾ മംഗളത്തിൻ്റെ പോസിറ്റീവായിരിക്കും. ചില സംഭവങ്ങൾ, അല്ലെ ചില വില്ലൻ കഥാപാത്രം കയറി വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അത് കാരണം നായികയ്ക്കും നായകനും ഒക്കെ ഒരു കഷ്ടം വരും. ടോട്ടൽ നാടകത്തിൻ്റെ പര്യവസാനം നോക്കുമ്പോൾ എന്താവും? ആ പ്രശ്നം വന്നു, നാടകം, അല്ലെ പിന്നെ വില്ലൻ്റെ ആ പ്രശ്നം കാരണം ഹീറോ അതിനെ ഫേസ് ചെയ്യുന്നതും പര്യവസാനം ആകുമ്പോഴേക്കും എന്താവും? ടോട്ടൽ സിനിമ അല്ലെങ്കിൽ നാടകം നോക്കിയ ആ സീനും കൂടി ഉള്ളത് കൊണ്ടാണ് ആ നാടകം എന്താകണത്? നല്ല നാടകമായി, നല്ല സിനിമയായിട്ട് മാറാൻ കാരണം. എല്ലാം കൂടെ ചേരുന്ന ടോട്ടൽ റിസൾട്ട്, നെറ്റ് റിസൾട്ട് സന്തോഷമാണ്, ശുഭപര്യവസായിയാണ്. അതേപോലെ നമ്മുടെ ജീവിത നാടകത്തിലും ചില ദൃശ്യങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നമുക്ക് ദുഃഖം തരാൻ, വിഷമം തരാനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഭഗവാൻ പറയണ മക്കളെ, അതൊന്നും ഓർമ്മിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാ അമംഗളത്തിലും ഒരു മംഗളം തീർച്ചയായും ഉണ്ട്. പക്ഷെ ചില മംഗളങ്ങൾ നമുക്ക് കാണാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഇത്രയും നമുക്ക് പൂർണ്ണമായും തിരിച്ചറിവ് വേണം. മംഗളമേ, നെറ്റ് റിസൾട്ട് മംഗളമേ വരുള്ളൂ. അത് ഈ നാടകത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ നീണ്ട നാടകം നോക്കിക്കഴിഞ്ഞാൽ മംഗളം തന്നെ സംഭവിക്കുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നാടകത്തിൽ നെറ്റ് റിസൾട്ട് മംഗളകാരിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സമയവും മംഗളകാരിയാണ്. നടക്കുന്നത് കലിയുഗമാണെങ്കിലും കലിയുഗത്തിൻ്റെ ലാസ്റ്റ് വേളയിൽ പരംപിത പരമാത്മാ ഭൂമിയിൽ വന്ന് ഈശ്വരൻ്റെ ദിവ്യ കർത്തവ്യം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സമയം മംഗളകാരിയായ സംഗമയുഗമാണ്. സമയം മംഗളകാരിയായതുകൊണ്ട് എങ്ങനെയാണ് ഒരു ദിവസത്തിൽ നമ്മൾ എന്താ പറയുക? ബ്രഹ്മ മുഹൂർത്തം, അതിരാവിലെ സമയം മംഗള മുഹൂർത്തം എന്നാ പറയാ. രാവിലെ 6 മണിക്ക് ശേഷം എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സമയം നോക്കിയിട്ടാ ചെയ്യുക.
എല്ലാ പൂജയാണെങ്കിലും ഗൃഹപ്രവേശമാണെങ്കിലും. പക്ഷെ ആരുടെ അടുത്ത് സമയം നോക്കാൻ പോയാലും നിങ്ങൾക്കറിയാമല്ലോ, 6 മണിക്ക് മുമ്പുള്ള സമയം എന്താ പറയുക, ബ്രഹ്മമുഹൂർത്ത വേള നോക്കിക്കഴിഞ്ഞാൽ അല്ലെ 2 തൊട്ട് 5 മണി വരെയുള്ള സമയം ഫുള്ള് ബ്രഹ്മമുഹൂർത്തമാണ്. ആ സമയത്ത് ഏത് മംഗളകാരി കർമ്മവും ചെയ്യാം. അതേപോലെ മുഴുവൻ കൽപ്പത്തിൽ 5000 വർഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മംഗളകാരി മുഹൂർത്തമാണേത് ഇപ്പോൾ നടക്കുന്നത്. ഭഗവാൻ ഭൂമിയിൽ വന്ന് ഈശ്വരൻ്റെ ദിവ്യ കർത്തവ്യം ഈ ഭൂമിയിൽ നടന്നു പരമാത്മ ജ്ഞാനം ഒഴുക്കി നമ്മൾ മക്കളെ തയ്യാറാക്കിക്കൊണ്ട് പതിതാത്മാവിനെ പാവനമാക്കുന്ന ഈ പ്രക്രിയ കലിയുഗവരദനായ ഈശ്വരൻ വന്ന് ഈ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈം സൃഷ്ടിയുടെ ബ്രഹ്മ മുഹൂർത്ത ടൈമാണ്. അതുകൊണ്ട് ഈ സമയത്ത് എന്തെല്ലാം അമംഗളം നടക്കുമ്പോഴും ടോട്ടൽ റിസൾട്ടിൽ മംഗളം വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഉറച്ച നിശ്ചയം നമുക്ക് വേണം. മംഗളമേ, നെറ്റ് റിസൾട്ട് മംഗളമായിരിക്കും. ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിക്കോളൂ. വർഷങ്ങൾക്ക് ശേഷം ആ സംഭവിച്ച പല നെഗറ്റീവ് സംഭവങ്ങളുടെ പിന്നിലും ഒരു നന്മയുടെ, ഒരു മംഗളത്തിൻ്റെ വിത്തുണ്ടായിരുന്നു എന്ന് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കി നമുക്ക് മനസ്സിലായി. ആ സമയത്ത് അത് ഒരു പക്ഷേ നമുക്ക് ദുഃഖം തന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഉറങ്ങണതിന് മുമ്പ് സമയം കിട്ടി, അല്ലെങ്കിൽ നാളെ പകല് സമയം കിട്ടുമ്പോൾ നോക്കൂ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അമംഗളം നടന്നത് ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കണുണ്ടോ, അതിൻ്റെ പിന്നിലൊക്കെ എന്തായിരുന്നു പിന്നീടുണ്ടായ മംഗളമെന്ന് ചിന്തിച്ചു നോക്കൂ. അനേക മംഗളത്തിൻ്റെ ദൃശ്യങ്ങൾ ഓരോ അമംഗള സീനിലും നമുക്കിപ്പോൾ കാണാൻ പറ്റും. ആ സമയത്ത് ദുഃഖവും സങ്കടവും പരിഭ്രമവും ഒക്കെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ അനേക മംഗളകാരി പരിവർത്തനം ഉണ്ടായിട്ടുണ്ടാവും. പല നേട്ടങ്ങളും അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പോസിറ്റീവ് ദിശയിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ ഡ്രാമയുടെ പ്രത്യേകത എന്താ ഈശ്വരൻ പറഞ്ഞേ? ഭഗവാൻ പറഞ്ഞു തന്നത് എന്താണ്? മക്കളെ, ഈ നാടകത്തിൽ ഓരോ ആത്മാവിനും അവരവരുടെ പാർട്ടാണ്. അവരവരുടെ പാർട്ട്. നമ്മളെല്ലാം ആത്മാക്കളാണ്, ആത്മബിന്ദുക്കളാണ്, പരമാത്മാവിൻ്റെ മക്കളാണ്. പക്ഷെ റോള് അവരവരുടേതാണ്. സോളെല്ലാം അല്ലേ ഭഗവാന്റെ മക്കളാണ്, പക്ഷെ റോള് ഡിഫറെൻ്റാണ്. ഇത് പറഞ്ഞു തന്നതോടുകൂടി എന്തായി? നമുക്കൊരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഓരോ ആത്മാവിനും അവരവരുടെ റോളാണ്. അതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഡ്രാമയുടെ ജ്ഞാനം നമ്മളെല്ലാവരെയും എല്ലാറ്റിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞ സംഭവങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ കൂടെയുള്ളവരെ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ. നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചൊരു ചിത്രമുണ്ട്. എൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കണം, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കണം, എൻ്റെ മക്കൾ ഇങ്ങനെ ഇരിക്കണം. അത് നമ്മുടെ ശുഭപ്രതീക്ഷ. നമ്മൾ ആ ശുഭപ്രതീക്ഷ വെച്ചതുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണം. അവർക്ക് വേണ്ടി നമുക്ക് ശുഭം എന്തെല്ലാം ചെയ്യാമോ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ടും ചിലപ്പോൾ നമുക്ക് തോന്നില്ല, ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇത്രയൊക്കെ ഗൈഡ് ചെയ്യുന്നു, എന്നിട്ടും ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നിട്ടും എൻ്റെ മോനിങ്ങനെ ആയിപ്പോയി, മോളിങ്ങനെ ആയിപ്പോയി, ഞാൻ എന്തെല്ലാം ചെയ്തു. അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞോളണം, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും അവരങ്ങനെയായി. അപ്പം നമുക്ക് സമാധാനിക്കാൻ ഭഗവാൻ തന്നിരിക്കുന്ന പോയിന്റാണ് ഇത്. മക്കളെ, ഓരോ ആത്മാവിനെ ഈ നാടകത്തിൽ നിങ്ങളുടെ കുട്ടിയാണ് അല്ലേ ഈ സമയത്ത്, ഈ ജന്മത്തിൽ. പക്ഷെ അതിലിരിക്കുന്ന സോള് നിങ്ങളുടെ കുട്ടിയല്ല. ആ സോള് ആത്മാവിലൊരു സഞ്ചിയുണ്ട്, അതിൽ ഇരുമുടിക്കെട്ടുണ്ട്. ആ കെട്ടിനനുസരിച്ചാണ് അവരുടെ ജീവിതം പോണത്. മുഖ്യമായിട്ട് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഗൈഡ് ലൈൻസേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ആ ആത്മാവിൻ്റെ പാർട്ടിൽ കയറി ഇൻ്റർഫിയർ ചെയ്യാൻ വേറെ ആർക്കും കഴിയില്ല. ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സ് സംഘർഷമായിരിക്കും. അതുകൊണ്ട് ഡ്രാമയുടെ ജ്ഞാനം നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. വ്യക്തികളുമായിട്ടുള്ള സംഘർഷം, പ്രത്യേകിച്ച് അടുത്ത ബന്ധങ്ങൾ, അവരെക്കുറിച്ച് നമുക്ക് ചിന്ത കൂടുതൽ. നാളെ എൻ്റെ മോനിങ്ങനെ ചെയ്തില്ലേ, മോളിങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ടും നമ്മൾ ചെയ്ത നല്ലതൊന്നും എവിടെയും പോവില്ല. എല്ലാം വിത്താണ്, വിതച്ചതാണ്, ഡെപ്പോസിറ്റാണ് അല്ലേ. നമ്മുടെ മക്കളാണ്. ഒപ്പം ഇത് ഓർമ്മ വേണം, അവരോരോരുത്തരും ഓരോ
ആത്മാക്കളാണെന്നും അവരുടെ ഓരോരുത്തരുടെ റോളും അല്ല അവരവരുടേതാണെന്നും എനിക്ക് ചെയ്യേണ്ട കടമകളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് പോകണം മുന്നോട്ട്. പക്ഷെ റിയാലിറ്റി ഓർമ്മ വേണം, നാടകത്തിൽ അവർക്കും അവരുടേതായ ഒരു റോളുണ്ട്. പിന്നെ ഭഗവാൻ എന്താ പറയണേ? ഈ നാടകത്തിൽ നമ്മൾ ഓരോ സീനുകളും കഴിഞ്ഞ് മുന്നോട്ട് അല്ല, സീനുകൾ നടന്നു കഴിഞ്ഞ കാര്യം പിന്നിലേക്ക് പോവാം. നമുക്ക് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തേ മതിയാകുള്ളൂ? ബാബ പറയണത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. വിടും മക്കളെ, പ്രസന്റിൽ ജീവിക്കും. നാടകം നമ്മളോട് അതാ പറയണം. ഡ്രാമയുടെ ജ്ഞാനം ബാബ അതിനാ തന്നത്. പാസ്റ്റിനെ വിടാനും പ്രസന്റിൽ നിങ്ങൾ ആക്റ്റീവ് ആകും. ഇപ്പം ചെയ്യേണ്ടത് ചെയ്യും. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതായിക്കോളും. കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞു ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ നാടകത്തിൽ നിങ്ങൾ കാരണം പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയണ്ട, നിവാരണങ്ങൾ കാണും. അപ്പോഴേ നിങ്ങൾ ആക്റ്റീവ് ആകുള്ളൂ. അല്ല നാടകത്തിലുള്ളതൊക്കെ നടന്നോട്ടെ പറഞ്ഞിട്ട് കൈയും കെട്ടിയിരിക്കാനും അല്ല ഭഗവാൻ പഠിപ്പിച്ചത്. അവരുടെ പാർട്ടല്ലേ, മോൻ അങ്ങനെയാണ്, അവരവരുടെ പാർട്ട് അഭിനയിച്ചോട്ടെ എന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കാൻ അവരെ തന്തോന്നികളാക്കി വിടാനും പറഞ്ഞിട്ടില്ല. അതുമല്ല, ഡ്രാമയുടെ ജ്ഞാനം ആ രീതിയിലും നമ്മൾ തലകീഴായിട്ട് ഉപയോഗിക്കാനും പാടില്ല. വർത്തമാന സമയത്ത് പ്രസൻറ്റിലെ എനിക്ക് എന്തൊക്കെ ആക്ട് ചെയ്യാനുണ്ട്? ഭഗവാൻ എപ്പോഴും പറയും, നിങ്ങളുടെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, പക്ഷെ ആ വെള്ളം എടുത്ത് നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ അതിനുള്ള എഫർട്ട് നിങ്ങൾ എടുക്കണം. വെറുതെ വന്ന് വെള്ളം വായിൽ വീഴില്ല. അതെടുത്ത് കുടിക്കാനുള്ള പരിശ്രമം ഞാൻ ചെയ്താലേ അതെൻ്റെ വായിലേക്ക് വരുള്ളൂ. അല്ല ഡ്രാമ പറഞ്ഞിട്ട് കൈയും കെട്ടിയിരിക്കാനും അല്ല പഠിപ്പിച്ചത്. പ്രസൻറ്റിൽ ആക്ട് ചെയ്യണം, പക്ഷെ റിയാക്ട് ചെയ്യാതിരിക്കാൻ. നമ്മൾ റിയാക്ടേഴ്സ് ആകാതിരിക്കാൻ ഡ്രാമയുടെ ജ്ഞാനം. കൂടുതൽ സമയം നമ്മൾ ഇത്രയും കാലം റിയാക്ടേഴ്സ് ആയിരുന്നു, പ്രതികരിക്കണ്ടേ നമ്മൾ. എല്ലാവരും അതാ പറയാം. ഭഗവാൻ എന്താ പറയണേ? പ്രതികരിക്കുകയല്ല വേണ്ട, റിയാക്ഷൻ അല്ല, റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ ആക്ട് ചെയ്യണം, ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യും. നാടകത്തിൽ എപ്പോഴും നമ്മൾ അറ്റൻഷൻ വെക്കേണ്ടത് അതാണ്. ഡ്രാമ എന്ന് പറയാൻ എന്താ കാരണം? ഭഗവാൻ നിങ്ങൾ നിങ്ങളുടെ റോള് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യും. എന്നിട്ട് സ്വന്തം പാർട്ടിനെ സാക്ഷിയായിട്ട് വീക്ഷിക്കൂ. ഡ്രാമ പറയാൻ അതാ കാരണം. ഡ്രാമയിൽ ആക്ട് ചെയ്യാം. ഒന്നുണ്ട്, സാധാരണ സിനിമ നാടകം നമ്മൾ കാണുമ്പോൾ അതിൽ ആക്ടേഴ്സ് ആക്ട് ചെയ്യും, കാഴ്ചക്കാരി വേറെയാണ്. പക്ഷെ ജീവിത നാടകത്തിൽ ഭഗവാൻ എന്താ പഠിപ്പിച്ചു തന്നത്? മക്കളെ, ഇവിടെ നിങ്ങൾ ആത്മാവ് അഭിനേതാവാണ്. ശരീരം നിങ്ങൾക്ക് അഭിനയിക്കാൻ കിട്ടിയ അല്ലേ കോസ്റ്റ്യൂമാണ്, വേഷമാണ്. ഈ ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് നിങ്ങൾ അനേക ഭാഗങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഭാഗവും അമ്മായിയമ്മ ഭാഗവും അല്ലെ, മകളുടെ ഭാഗവും മുത്തശ്ശിയുടെ ഭാഗവും അനേക റോളുകളാണ് പ്ലേ ചെയ്യുന്നത്. പ്ലേ ചെയ്യുന്ന ആക്ടർ സോളാണ്. അതുകൊണ്ട് സോള് ഈ ദേഹമാകുന്ന വസ്ത്രത്തിനുള്ളിലിരുന്ന് റോളുകൾ പ്ലേ ചെയ്യുമ്പോൾ റോളുകൾക്കിടയിൽ എൻറ്റാങ്കിൾ ആകാതിരിക്കാൻ, കുടുങ്ങിപ്പോകാതിരിക്കാൻ ഭഗവാൻ ഡ്രാമയുടെ ജ്ഞാനം തന്നത്. എന്ത് പറഞ്ഞു? ആത്മാവാണ് അഭിനേതാവാണെന്ന ബോധത്തോടെ ഈ ശരീരമാകുന്ന വസ്ത്രത്തിനുള്ളിലിരുന്ന് റോള് പ്ലേ ചെയ്യും. സോൾ കോൺഷ്യസ്നെസ്സിലിരുന്ന് റോള് പ്ലേ ചെയ്യും. ബോഡി കോൺഷ്യസ്നെസ്സിലിരുന്ന് റോള് പ്ലേ ചെയ്ത എന്ത് സംഭവിക്കും? അപ്പോഴാണ് ദുരഭിമാനം, അപമാനബോധം, അഭിമാനബോധം അല്ലേ, ദേഹവുമായി ബന്ധപ്പെട്ട അനേക കുപ്പായങ്ങൾക്കുള്ളിൽ, മതിലുകൾക്കുള്ളിൽ നമ്മൾ ബന്ധിക്കപ്പെടും. അപ്പോഴാണ് നമ്മൾ വികാരികളായിട്ട് മാറണം അല്ലേ. കാമിയും ക്രോധി, സ്ത്രീ പുരുഷനായി കണ്ട അല്ലേ, ശത്രു മിത്രം. അപ്പം നമ്മുടെ അഭിനയഭാഗം മാറും, അഭിനയിക്കുന്ന നമ്മുടെ രീതി മാറും, കാണുന്ന കാഴ്ചപ്പാട് മാറും, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി മാറും. അതിനാണ് ഭഗവാൻ എന്ത് പറഞ്ഞേ? നിങ്ങൾ അഭിനയിക്കണം, ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യൂ. ഈ ആത്മാവിന് തൻ്റെ സദോഗുണി അഷ്ടശക്തികളെയും ജ്ഞാനബലവും ഉപയോഗിച്ച്, ഈ ആത്മാബലം ഉപയോഗിച്ച്, പരമാത്മശക്തി ഉപയോഗിച്ച് മക്കളെ ഡ്രാമ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യൂ. സ്വയം ചെയ്യാവുന്ന ഏറ്റവും നല്ല ഭാഗം അഭിനയിക്കും. അവനവന് കിട്ടിയ എല്ലാ റോളും ഏറ്റവും നന്നായി അഭിനയിക്കൂ. അത് അച്ഛൻ്റെ റോളാണെങ്കിലും ടീച്ചറുടെ റോളാണെങ്കിലും അല്ലേ,
വീട്ടിലെ മുത്തശ്ശൻ്റെ റോളാണെങ്കിലും ഒരു അയൽക്കാരൻ്റെ റോളാണെങ്കിലും നിങ്ങൾക്ക് എത്ര നന്നായി അഭിനയിക്കാമോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ബെസ്റ്റായിട്ട് പ്ലേ ചെയ്യും. പിന്നെയോ അടുത്തത് എന്താ പറഞ്ഞ ഭഗവാൻ? സാക്ഷിഭാവം വേണം ഡ്രാമയിൽ. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തെയും സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് എനിക്ക് എന്ത് കറക്റ്റ് ചെയ്യണമെന്ന് തോന്നുക. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ, ഞാൻ ഈ ചെയ്തത് ശരിയാണോ, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം. ഭഗവാൻ പറയുന്നത് പോലെ തന്നെയാണോ? ധർമ്മത്തിന്, ഇന്നലെ നമ്മൾ കേട്ടുമല്ലോ, ധർമ്മത്തിന് അനുകൂലമാണോ? കർമ്മം മാത്രം നടന്നാൽ പോരെ, അത് ധർമ്മത്തിന് അനുകൂലമായിരിക്കണം. കാര്യം നടക്കണം, പെർഫെക്റ്റായിട്ട് നടക്കണം എന്ന് പറഞ്ഞ് ധർമ്മം കൈവിടാനും പാടില്ല. ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്താലേ കർമ്മം പെർഫെക്റ്റായിട്ട് നടന്നാലും അതിനുശേഷം ചിലർ പറയില്ല കാര്യം നടത്തണം എങ്ങനെയെങ്കിലും. അങ്ങനെ എങ്ങനെയെങ്കിലും നടത്തി കഴിയുമ്പോഴാണ് പിന്നെ സമാധാനം ഉണ്ടാകത്തെ. അപ്പോഴാണ് പല ബന്ധങ്ങളും തകർത്തിട്ട് നമ്മൾ കാര്യം നടത്തും. പക്ഷെ ബാബ എന്ത് പറഞ്ഞ്? ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യും മക്കളെ, എന്നാലേ കാര്യം നല്ല രീതിയിൽ നടന്നാലും നടന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ധർമ്മം വിട്ട് കർമ്മം ചെയ്ത പെർഫെക്ഷൻ ഉണ്ടാവും, കാര്യം നന്നായിട്ട് നടന്നു. പ്രൊഫഷണലിസമാണ് ലോകത്തിലെല്ലാവരും. പ്രൊഫഷണലിസം ഉണ്ട് കാര്യങ്ങളിൽ, പക്ഷെ എന്തില്ല? ശാന്തി സമാധാനമില്ല. പ്രൊഫഷണലിസം കൊണ്ട് പൈസയുണ്ട്, പേരുണ്ട്, നല്ല ഡോക്ടറാ, നല്ല എഞ്ചിനീയറാ, നല്ല ഓഫീസറാ, നന്നായിട്ട് ചെയ്തു. പക്ഷെ സ്വയം സുഖശാന്തിയില്ല, കൂടെയുള്ളവർക്ക് സമാധാനം കൊടുക്കില്ല. പൈസ ഉണ്ടാവും, പേരുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ഡ്രാമയുടെ ജ്ഞാനം തന്നിരിക്കണം ബാബ. മറ്റുള്ളവരുടെ പാർട്ടിനെയും സാക്ഷിയായിട്ട് കാണും. അത് വേണ്ടി വരും. എന്നാൽ ചോദിക്കും, നമ്മുടെ കൂടെയുള്ളവരെ സാക്ഷിയായിട്ട് പാർട്ട് കാണുമ്പോൾ നമ്മൾ ഒന്നിലും ഇടപെടണ്ട എന്നാണോ? അല്ല, തീർച്ചയായും ഒരു അച്ഛൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ എവിടെ, എത്ര ദൂരം, എത്രത്തോളം ഇടപെടണം, അത്രത്തോളം ഇടപെടാം. പക്ഷെ ആ ഇടപെടൽ പോലും ഒരു ടു മച്ച് അച്ഛൻ കോൺഷ്യസ്, അമ്മ കോൺഷ്യസ് കൊണ്ടുവന്നിട്ട് വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ടിട്ടായിരിക്കരുത്. അച്ഛനല്ലേ ഞാൻ, എൻ്റെ മോനല്ലേ, എന്നിട്ട് അങ്ങനെ ചെയ്തില്ലേ, ആ രീതിയിൽ വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ട് നമ്മൾ പാർട്ട് അഭിനയിച്ചത് കൊണ്ട് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം അപ്പോൾ വികാരങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുക. എൻ്റെ കുഞ്ഞിന് പറ്റിയല്ലോ, അപ്പം നമുക്കൊരു നല്ല ഡോക്ടറുടെ ഓർമ്മ പോലും വരില്ല. നമ്മൾ വികാര വിക്ഷോഭത്തിന്, ഇപ്പോൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമാണ്, പെട്ടെന്നാണ് രാത്രി എന്തെങ്കിലും ഒരു അസുഖമായി, നമ്മൾ അയ്യോ അസുഖം എന്ന് പറഞ്ഞ് അയ്യോ എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയായി എന്ന് പറഞ്ഞ് നമ്മൾ ആ വികാര വിക്ഷോഭത്തിൽ പെടുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഫോൺ നമ്പർ ഓർമ്മ വരില്ല, വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡോക്ടർ ഏതാണെന്ന് പോലും ഒന്നും ഓർമ്മ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നമ്പർ. അതുകൊണ്ടാണ് ഭഗവാൻ പറയണേ ലവ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ഈ ഡ്രാമയിൽ വേണ്ടത് അതാ. അപ്പോഴേ ഒരു സാക്ഷി ദൃഷ്ടാവായി നമുക്ക് പാർട്ട് പ്ലേ ചെയ്യും. ഏറ്റവും ലവ്ഫുള്ളായിരിക്കും നമ്മൾ. കാരണം നമ്മൾ ആത്മാവിൻ്റെ ജ്ഞാനം കിട്ടിയതുകൊണ്ട്, പരമാത്മാവിൻ്റെ മക്കളാണെന്ന് അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ ഇന്ന് വരെ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ അമ്മായിയമ്മയെ, അമ്മായിയച്ഛനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാളും ഏറ്റവും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടുമാണ് ഇപ്പം നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അവർ എന്തൊക്കെ നമ്മൾ ചെയ്തവരാണെങ്കിലും നമുക്ക് അവരെ ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ പറ്റും. കാരണം നമുക്ക് മനസ്സിലായി സോളിൽ ഇത്രയും പവർ വന്നു, ഇവരെൻ്റെയാണ്, ബാബയുടെ മക്കളാ, ആത്മാക്കളാ. ആ ആത്മബന്ധുവായി കാണാൻ തുടങ്ങിയപ്പോൾ, ആ സോൾ പവറിൽ നമ്മളെ പരമാത്മാവിൻ്റെ മക്കൾ ആ ദൃഷ്ടിയിൽ കാണാൻ തുടങ്ങിയപ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഡ്രാമയിൽ ഈ 3 പവറും നമുക്ക് മാറി മാറി ഉപയോഗിച്ച് ചില സ്ഥലത്ത് ഈ 3 ശക്തിയും വേണ്ടി വരും. ആത്മബലവും പരമാത്മബലവും ഡ്രാമയുടെ ബലവും. പക്ഷെ ഉള്ളുകൊണ്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. പുറമേ നമ്മൾ അല്ലേ ആത്മീയ രീതി, ആത്മബന്ധു എന്ന നിലയിൽ എല്ലാവരോടും വളരെ ലവ്ഫുള്ളായിരിക്കണം. പക്ഷെ അകത്ത് നമ്മൾ അത്ര തന്നെ ഡിറ്റാച്ച്ഡും ആയിരിക്കണം. ഇതത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണോ ചോദിച്ചാൽ അല്ല. പക്ഷെ അതാണ് പരിപക്വത എന്ന് പറയാം. ഈ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് പാകപ്പെട്ടതിൻ്റെ തെളിവാണ്. അത് ചട്ടിയിൽ നിന്നും വിടും, ചട്ടുകത്തുനിന്നും വിടും. അപ്പോൾ പറയില്ലേ ആ പാകപ്പെട്ടു. അതേപോലെ എന്നാൽ ചട്ടിക്കുള്ളിലാണ് താനും.
അതേപോലെ നമ്മൾ ആത്മാവ് ശരീരത്തിലിരുന്ന് നമ്മുടെ കൂടെയുള്ള ശരീരധാരികൾ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ്. എല്ലാം ബാബയുടെ മക്കളാണ്. വീട്ടിലാണെങ്കിലും എവിടെ ഏത് ബന്ധമാണെങ്കിലും, ഒഫീഷ്യൽ ബന്ധങ്ങളാണെങ്കിലും, നെയ്ബേഴ്സ് ആണെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും, നമുക്ക് ജ്ഞാനം കിട്ടിയതുകൊണ്ട് അവർ ഫ്രണ്ടല്ല, അങ്ങനെയല്ല. എല്ലാവരും അവർ തന്നെ. റിലേഷൻഷിപ്പ്, ശരീരത്തിൻ്റെ ബന്ധങ്ങളെല്ലാം അത് തന്നെ. പക്ഷെ എല്ലാവരോടൊപ്പം നമുക്കുള്ളത് ആത്മബന്ധുവാണ് ഇവരെൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ നിന്നൊരു ഊർജം വരും. ഹൃദയത്തിൽ നിന്നാണ് ഇനി വരിക ഊർജം, സ്നേഹം. മറ്റേ ബന്ധത്തിൻ്റെ ആധാരത്തിൽ, കൊടുക്കൽ വാങ്ങലിൻ്റെ ആധാരത്തിൽ മാത്രം തരുമ്പോഴൊക്കെ നമുക്ക് സ്നേഹം തന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് ചെയ്തില്ലെങ്കിൽ സ്നേഹം പോയി. അതിനെയാണ് സ്വാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. സ്വാർത്ഥതയായിരുന്നു. ചിലയിടത്ത് സ്നേഹം കാമമായി, ചിലയിടത്ത് സ്നേഹം ക്രോധത്തിൻ്റെ രൂപത്തിലായി, വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ. ചിലയിടത്തൊക്കെ പോയി സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് അശുദ്ധ സ്നേഹത്തിൽ നമ്മൾ പോയി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി, അല്ലേ? പലതരത്തിലാണ്. ചിലതിലൊക്കെ പോയി നമുക്ക് ആസക്തി വരാൻ തുടങ്ങി, ദേഹത്തിലും സാധനത്തിലും ഒക്കെ. അപ്പം സ്നേഹത്തിൻ്റെ പേരിലുള്ള വികൃതികളാണ് നടന്നുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ. കാരണം ഈ പ്രകൃതിയുടെ പ്രകൃതത്തിൽ പെട്ടപ്പോൾ ആത്മാവിൻ്റെ സദോഗുണി സ്നേഹം എന്തായി? വികൃതമായിപ്പോയി, വൈകല്യങ്ങൾ നിറഞ്ഞതായി. അത് നമ്മളെന്ത് പറയും? എനിക്ക് സ്നേഹമല്ലേ, സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയണേ, അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വരണേ. ബാബ പറയണ, മക്കളെ, സ്നേഹമാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരില്ല. ശുദ്ധ സ്നേഹമാണെങ്കിൽ സങ്കടം വരില്ല, ശക്തി ഉണ്ടാവും നിങ്ങൾക്ക്. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഫീൽ ചെയ്യില്ല. ഈ 3 പവർ ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവ് ഫീലിങ്ങുകൾ കുറയതാണ്. ഈ 3 പവർ യൂസ് ചെയ്യുന്നതിൻ്റെ 3 പൊട്ടിടാൻ തുടങ്ങിയ ആത്മാവിൻ്റെ പവർ, പരമാത്മശക്തി, ഡ്രാമയുടെ ജ്ഞാനം. ഡ്രാമയുടെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ കർമ്മ ഫിലോസഫിയും വരും. കർമ്മ നിയമങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് ബിന്ദു ഇടാൻ ഡ്രാമ നാടകത്തിലുണ്ടായിരുന്നു, നടന്നു കഴിഞ്ഞുവല്ലോ. പാസ്റ്റിനെ പോലും നമുക്ക് ഇന്നലെ ബാബ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മുരളിയിൽ, ഭഗവാന്റെ മഹാവാക്യത്തിൽ, മക്കളെ, കഴിഞ്ഞ സെക്കൻഡ് എന്ത് കഴിഞ്ഞോ കഴിഞ്ഞുവല്ലോ, വിടൂ. അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടെങ്കിൽ എടുക്കൂ. അല്ലയോ നടന്നല്ലോ, പറഞ്ഞല്ലോ, അവർ ചെയ്തല്ലോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. പുട്ട് എ ഫുൾ സ്റ്റോപ്പ് എന്നാ ബാബ പറയാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ബിന്ദു ഇടും. ബിന്ദു. ഡ്രാമ. ഡ്രാമ മാമാണ്, മാതാവ്. ഡ്രാമ എന്ന് പറഞ്ഞൊരു മാതാവിനെ പോലെ സാന്ത്വനം നമുക്ക് നൽകാം. ഡ്രാമയുടെ ജ്ഞാനം അമ്മ സാന്ത്വനിപ്പിക്കും പോലെ. എല്ലാ പാസ്റ്റിനെയും വിടാൻ, എല്ലാ പാസ്റ്റിലും നടന്ന എല്ലാ അമംഗളത്തിൻ്റെയും കാര്യങ്ങളിൽ നമുക്ക് ക്ഷമിക്കാൻ. അതാണ് ഏറ്റവും വലുത്. മറക്കാൻ പറ്റണമെങ്കിൽ ക്ഷമിക്കാൻ പറ്റണം. ഡ്രാമ നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനാണ്. നാടകത്തിലുണ്ടായിരുന്നു, നടന്നു, കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരോടും ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന മാതാവാണ് ഡ്രാമ, അമ്മ. എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ പഠിപ്പിക്കുന്ന മാതാവാണ്. ക്ഷമ കൊടുക്കാനും ക്ഷമ ചോദിക്കാൻ. അപ്പം തന്നെ എന്തായി? മനസ്സ് ഫ്രീ ആവും, സംഘർഷമുക്തമാക്കും, ഭാരരഹിതമാക്കും. ഒരു ചൈനീസ് കഥ കേട്ടിട്ടുണ്ട്. ഒരാളുടെ അടുത്ത് അയാളുടെ കുതിര ഒരു ദിവസം തിരിച്ചു വന്നില്ല. അപ്പം അടുത്ത വീട്ടുകാരൻ വന്നിട്ട് ചോദിക്കും, അയ്യോ, നിങ്ങൾ ആകെ ഒരു കുതിരയായിരുന്നല്ലോ നിങ്ങൾക്കുണ്ടായിരുന്നു, അതിനെയും കൊണ്ടല്ലേ ജീവിച്ച്, ഒന്നില്ലേ തിരിച്ചെന്ന്? ഇല്ലേ, പോട്ടെ, സാരില്ല. അടുത്ത ദിവസം ആ കുതിരയെ വൈകുന്നേരം തിരിച്ചു വന്നു. കുതിരയുടെ കൂടെ 4-5 കുതിരകളും കൂടെ വന്നു. അപ്പം അയാൾ വന്നിട്ട് വീണ്ടും ചോദിക്കും, ആ കൊള്ളാലോ, കുതിര പോയതിൻ്റെ കൂടെ 4-5 കുതിരയും കൂടെ തിരിച്ചു വന്നു. അപ്പോഴേ അയാൾ പറഞ്ഞു, സോ വാട്ട്. അടുത്ത ദിവസം നോക്കിയപ്പോൾ വീണ്ടും ഇവർ മേയാൻ പോയപ്പോൾ ആ 4 കുതിരകളും വന്ന 4 എണ്ണവും അത് അവരവരുടെ വീടുകളിലേക്ക് പോയി. ഈ കുതിര ഒറ്റയ്ക്ക് തിരിച്ചു. വീണ്ടും അയാൾ വന്ന് ചോദിക്കും, ആ ശരി, ആ 4 കുതിരയും പോയോ? നിങ്ങളുടെ കുതിര മാത്രമേ വന്നുള്ളൂ? അപ്പോഴേ അയാൾ പറയും, സോ വാട്ട്.
പിന്നെ അയാളുടെ മകന് ജോലിയില്ല. ഇത്രയായിട്ട് നിങ്ങളുടെ ആകെ ഒരു മോനല്ലേ ഉള്ളൂ, ആ കുട്ടിക്ക് ഇതുവരെ ജോലിയായില്ലേ? അപ്പോഴും ഞാനെന്താ, നോ പ്രോബ്ലം, പഠിക്കണ്ടല്ലോ, ചെയ്യണ്ടല്ലോ. പിന്നെ അയാൾക്ക് ജോലി കിട്ടി മോന്. അത് മൈൻസിലാണ് ജോലി കിട്ടിയത്. മൈൻസിൽ ജോലിക്കിടയിൽ ഫ്രാക്ചറായി, കൈകാലൊടിഞ്ഞ് കിടപ്പായി. അപ്പോൾ വീണ്ടും ഇയാൾ വന്ന് പറയും, ഓഹ് ആകെ ഒരു മോൻ നോക്കും, കൈയും കാലും എല്ലാം പോയില്ലേ. അപ്പോഴേ ഇയാൾ പറയും, സാരമില്ല, എന്നെന്താ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജ്യത്തിൽ യുദ്ധം വന്നു. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ആൺകുട്ടികളെ മുഴുവൻ യുദ്ധത്തിലേക്ക് നിർബന്ധപൂർവം ഭരണാധികാരികൾ കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടി ഫ്രാക്ചർ ആയതുകൊണ്ട് ഈ കുട്ടി ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അയാൾ വന്ന് പറയും, ഓ നിങ്ങൾ നോക്കൂ എത്ര ഭാഗ്യശാലി, നിങ്ങളുടെ മോനെ അപകടത്തിൽപ്പെട്ട് കൈകാല് കേടു വന്നതുകൊണ്ട് നോക്കൂ, യുദ്ധത്തിൽ പോയില്ല, എൻ്റെ മോൻ യുദ്ധത്തിൽ പോയി ജീവന് നഷ്ടമായി. അതായത് പറഞ്ഞു വരുന്നത്, അയാൾ സാരില്ല സാരില്ല സോവാട്ടെന്ന് ചോദിക്കാൻ അയാൾ മിണ്ടാതിരുന്നിട്ടില്ല. അയാൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് അയാൾക്ക് എന്തില്ല, ദുഃഖം ഉണ്ടായിരുന്നില്ല. അത് ചിന്തിച്ചുകൊണ്ടിരുന്നില്ല. അയാൾ പ്രയത്നിക്കേണ്ട പ്രയത്നം പ്രസൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കും. ബാബ അതാണ് പറയുന്നത്, ഡ്രാമയുടെ ജ്ഞാനം അതിനാണ്. പഴയതിനെ വിടാനും പഴയതിൽ നിന്ന് പാഠം പഠിക്കുക, ലെസൺസ് എടുക്കുക. ഈ സംഭവിച്ചത് എന്നെ എന്ത് പാഠം പഠിപ്പിക്കാനാണ്? ഒരു അമംഗളാണോ, ഒരു നഷ്ടമാണോ, ഒരു സാമ്പത്തിക നഷ്ടമാണോ, ഒരു മാനഹാനിയാണോ ഉണ്ടായത്? അതിൽ നിന്ന് എനിക്കെന്താ പാഠം? എൻ്റെ ഏതൊരു മിസ്റ്റേക്ക് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഒന്ന് അത് പഠിക്കാനുണ്ടാവും. രണ്ടാമത്തത്, ഞാൻ എന്ത് ചെയ്താൽ ഇത് കറക്റ്റ് ചെയ്യാം. വീട്ടിൽ തന്നെ ഒരു സമസ്യ അല്ലെങ്കിൽ ഓഫീസിലൊരു സമസ്യ, നമ്മൾ ആദ്യം നോക്കേണ്ടത് അതാണ്. ഇത് പരിഹരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, എന്നിൽ എന്ത് തിരുത്തൽ കൊണ്ടുവരണം, ഞാൻ ഇതിനു വേണ്ടി എന്ത് സ്റ്റെപ്പ് വയ്ക്കണം. രണ്ടാമത്തത്, ഈ ഉണ്ടായ നഷ്ടം കഷ്ടത്തിൽ അല്ല എൻ്റെ എന്താ റോൾ, എൻ്റെ ഏതൊരു കുറവ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു. മറ്റുള്ളവർക്ക് ചുണ്ടുന്നതിന് മുമ്പ് ഇതിൽ എൻ്റെ കുറവെന്താ, ഞാൻ അവിടെ കറക്റ്റ് ചെയ്യണം. ഇപ്രകാരം ഡ്രാമയിൽ നിന്ന് പാഠം പഠിക്കാനും പ്രസൻറ്റിൽ തിരുത്തിക്കൊണ്ടു പോകാനാണ് ബാബ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താവും, നമ്മൾ പ്രസൻറ്റിൽ ആക്റ്റീവായിരിക്കും, അലേർട്ടായിരിക്കും, പക്ഷെ നിശ്ചിന്തരായിരിക്കും. ഭാരം ഉണ്ടാവില്ല, സംഘർഷം കുറയും, ബാഡ് ഫീലിങ്സുകൾ കുറഞ്ഞു വരും. പ്രസൻറ്റിൽ വർക്ക് ചെയ്യാനുള്ള ഊർജം നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ 3 ശക്തികളെ, 3 പവേഴ്സ് ഏതാ? ആത്മബലം, പരമാത്മബലം, ഡ്രാമയുടെ ജ്ഞാനത്തിൻ്റെ ബലം. ഈ 3 ബലം 3 ബിന്ദു പോലെ. ബാബ പറയുന്നത് 3 ബിന്ദുക്കളാണ്, 3 പൊട്ടുകളാണ് നിങ്ങൾക്കുള്ള. ഈ 3 തിലകം ചേർത്തിയാൽ ജീവിത വിജയികളാകും. വിജയതിലകമാണിത് ജീവിക്കാനുള്ള. അപ്പം നാളത്തെ ഹോംവർക്ക് എന്താ? 3 തിലകം ചേർത്തി ജീവിക്കുക. നാളെ ഒരു ദിവസത്തേക്കല്ല, ന്യൂ ഇയറിലേക്കുള്ള ഹോംവർക്കാണ്. 2022 കടന്നു വരാൻ പോവല്ലേ? ഇനി ഒരാഴ്ചയിലേ ബാക്കിയുള്ളൂ. നാളെ ക്രിസ്മസ് ആണ് അല്ലേ? സന്തോഷത്തിൻ്റെ ക്രിസ്മസ് ആണ്. അപ്പം നമുക്ക് ജീവിതത്തിൽ സദാ സന്തോഷത്തിലിരിക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ബാബ എപ്പോഴും പറയും ക്രിസ്മസ് കിസ്മിസ് ആണ് പറയും ബാബ. കിസ്മിസ് പറഞ്ഞാൽ മുന്തിരിയുടെ പേരല്ലേ, സ്വീറ്റ് കിസ്മിസ് ആയിരിക്കണം നിങ്ങൾ. മറ്റുള്ളവരോട് മധുരമായി പെരുമാറുക, മധുരമായ വാക്കുകൾ ഉപയോഗിക്കുക, മധുരമായ ദൃഷ്ടി. എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഉത്സവമാണ്. എങ്ങനെയാണോ ക്രൈസ്റ്റ് സ്നേഹത്തിൻ്റെ മൂർത്തിയായിരുന്നത്, ആത്മീയ സ്നേഹത്തിൻ്റെ സന്ദേശം പകരാൻ വന്നത് അല്ലേ? ക്രിസ്മസിന് എന്നെ കണ്ടിട്ടില്ലേ? അല്ലെ, സുന്ദരമായ ട്രീ അറേഞ്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ മനുഷ്യ സൃഷ്ടി മഹാവൃക്ഷത്തിലിരിക്കുകയല്ലേ. ഇന്നലെ നമ്മൾ ട്രീ കണ്ടില്ലേ? അല്ലെ, നമ്മൾ ഓരോ ആത്മാക്കളും ഓരോ സ്റ്റാറാ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആദ്യം അതല്ലേ ചെയ്യുക, വീട്ടിലെല്ലാം സ്റ്റാർ കത്തിക്കും. ആരാ സ്റ്റാർ? ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? ആത്മാ സ്റ്റാർ. ആത്മാവിൽ സോൾ പവറിൻ്റെ വെളിച്ചം വെളിയിലേക്ക് വരണം. സോളിന് പവർ എവിടുന്നാ കിട്ടുക? അല്ലെ, മേലെ കണ്ടിട്ടില്ലേ ഒരു വലിയ സ്റ്റാർ തൂക്കും, താഴെയൊക്കെ കുട്ടി കുട്ടി സ്റ്റാറുകൾ.
വലിയ സ്റ്റാർ ആരാ? സുപ്രീം സ്റ്റാർ, സുപ്രീം പവർ ഹൗസ്. പരമാത്മാവിൽ നിന്ന് ശക്തി എടുക്കുക. എന്നിട്ട് ഈ ആത്മാ സ്റ്റാർ വീടുകളിൽ സ്റ്റാർ തൂക്കും, എല്ലാ വീട്ടിലും. കാരണം എല്ലാ വീട്ടിലും സ്റ്റാറുകളാണുള്ളത്. എല്ലാവരും ആരാ? സ്റ്റാർ. ഇനി എന്ത് ചെയ്യണം? സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകളായിട്ട് മാറണം. മമ്മൂട്ടി മോഹൻലാലും മാത്രമല്ല സൂപ്പർ സ്റ്റാർ. ബാബയുടെ മക്കൾ ഓരോരുത്തരും സൂപ്പർ സ്റ്റാർ ആവണം. എങ്ങനെ? ജീവിത നാടകത്തിൽ അഭിനയിച്ച് ബെസ്റ്റ് പെർഫോമൻസിൽ. അതുകൊണ്ടാണല്ലോ അവരെ സൂപ്പർ സ്റ്റാർ എന്ന് പറയണേ. ഏത് ഭാഗം അഭിനയിക്കാൻ കിട്ടിയാലും ബെസ്റ്റായിട്ട് അഭിനയിക്കും അല്ലേ? അതുപോലെയല്ല ജീവിത നാടകത്തിൽ നമ്മുടെ എല്ലാം വേറെ വേറെ റോളുകളാണ്. ഒരു ദിവസം തന്നെ പല റോളാ. ഭഗവാൻ പറയണ മക്കളെ, കിട്ടിയ റോൾ എന്താണോ രാവിലെ മുതൽ വൈകിട്ട് വരെ അഭിനയിക്കേണ്ട ഓരോ ഭാഗവും സൂപ്പറായിട്ട് അഭിനയിക്കും. അതിനുവേണ്ടി ഈ 3 പൊട്ട് വയ്ക്കുക. ഏത് പൊട്ട്? ആത്മതിലകം, പരമാത്മതിലകം, ഡ്രാമയുടെ ജ്ഞാനം. 3 തിലകം ചാർത്തി നാളെ ഫുൾ ഡേ ക്രിസ്മസ് ആഘോഷിക്കുക. ഈ 3 പവർ ഉപയോഗിച്ച് ഫുൾ ഡേ സന്തോഷമായിട്ടിരിക്കുക. എന്നാലേ പറ്റുള്ളൂ സമാധാനമായിട്ടിരിക്കാൻ. പിന്നെ പുതിയ വർഷം മുഴുവൻ 2022 ഡയറിയിൽ നോട്ട് ചെയ്തോളൂ. നാളെ ഹോംവർക്ക് ഇത് ചെയ്യൂ. ആത്മതിലകം, പരമാത്മതിലകം, ഡ്രാമയുടെ തിലകം ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഉപയോഗിക്കണം. ഓരോന്ന് സെപ്പറേറ്റ് എഴുതി നോക്കൂ. എനിക്കെൻ്റെ ഈ സ്റ്റാറിൽ വെളിച്ചത്തോടെ ഇരിക്കണമെങ്കിൽ, ജീവിതത്തിൽ സ്വയം പ്രകാശിക്കണമെങ്കിലും കൂടെയുള്ള സ്റ്റാറുകൾക്ക് വെളിച്ചം കൊടുക്കാനും ഞാൻ ഈ 3 ബിന്ദുക്കളെ എവിടെയൊക്കെ ഉപയോഗിക്കണം? ഇനിയും സദാ വെളിച്ചത്തിലിരിക്കാൻ. സോൾ പവർ എവിടെയൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ബാബയെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഡ്രാമയുടെ നോളജ് ഇനി ഞാൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാനുണ്ട്. അങ്ങനെ 3 തിലകം ചാർത്തി 2022 വരെ ഫുൾ ഇയർ എല്ലാവരുടെയും വിജയത്തിൻ്റെ വർഷമാവട്ടെ. വിജയ തിലകം ചാർത്തിയ വിജയരത്നങ്ങൾ അല്ലേ? നാളത്തേക്ക് മാത്രമുള്ള ഹോംവർക്ക് അല്ല, വർഷം മുഴുവനിലേക്കുള്ള ഹോംവർക്ക്. ഓം ശാന്തി.